നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങുന്നു. തറക്കല്ലിടൽ ഈ മാസം 27-ന്. റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം നിയമസഭയിൽ. മാലാഖയാകേണ്ട കേന്ദ്രം ചെകുത്താനായി അവതരിച്ചെന്ന് കുറ്റപ്പെടുത്തൽ. ഇരകളുടെ പട്ടിക അപാകതകളുടെ കൂടാരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 24 ബിഗ് എക്സ്ക്ലൂസീവ്. CBIM നേതൃത്വത്തിന് വഴങ്ങി എ. പത്മകുമാർ. പാർട്ടിക്കാരൻ എന്ന നിലയിൽ പരസ്യപ്രതികരണം പാടില്ലായിരുന്നു. പാർട്ടി തീരുമാനം അംഗീകരിക്കും. സംസ്ഥാന കമ്മിറ്റിയിൽ VS അച്യുതാനന്ദൻ പ്രത്യേക ക്ഷണിതാവാകും. 24 വാർത്ത സ്ഥിരീകരിച്ച MV ഗോവിന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകാത്തതിൽ വിഷമമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. സ്ഥാനത്തിനു വേണ്ടി ആരുടെയും പിന്നാലെ കാത്തുനിന്നിട്ടില്ല. താൻ പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയത് മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. തനിക്കില്ലാത്ത സങ്കടമാണ് മാധ്യമങ്ങൾക്കെന്നും കടകംപള്ളി സുരേന്ദ്രൻ. 24 ബിഗ് ബ്രേക്കിംഗ്. കൊല്ലത്ത് ദേവാലയ വളപ്പിൽ സ്യൂട്ട് കേസിൽ അസ്ഥികൂടം. മനുഷ്യന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത് SN കോളേജ് ജംഗ്ഷനിലെ CSI പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിക്ക് സമീപം. 2 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന സൂചന. വിശദമായ അന്വേഷണത്തിന് പോലീസ്. കാണാതായവരുടെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. കാസർഗോഡ് പൈവളികയിൽ 15-കാരിയും യുവാവും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ വീണ്ടും ഹൈക്കോടതി. മരണത്തെപ്പറ്റി സംശയമുണ്ടാകാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം. കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി പോലീസ്. കോടതി നിർദ്ദേശത്തിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി. ആശാ വർക്കേഴ്സിന്റെ വേതനം കൂട്ടുമെന്ന് JP നഡ്ഡ. ആശാ വർക്കേഴ്സ് ചെയ്യുന്നത് മികച്ച സേവനം. കേരളത്തിനുള്ള മുഴുവൻ കുടിശ്ശികയും കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നും JP നഡ്ഡ രാജ്യസഭയിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് 1 മാസം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന സമരക്കാർ. കോഴിക്കോട് പന്നിയങ്കരയ്ക്ക് സമീപം പാളത്തിലെ കല്ലുകൾക്ക് മുകളിലൂടെ കയറി ഇറങ്ങി വന്ദേ ഭാരത് എക്സ്പ്രസ്. സംഭവം ഇന്നലെ രാത്രിയിൽ. കല്ലായി സ്വദേശി നിഖിൽ RPFന്റെ പിടിയിൽ. പ്രതി ലഹരിക്കടിമയെന്ന്. റെയിൽവേ ഭൂമിയിൽ ഇയാൾ അതിക്രമിച്ചു കയറിയതിന്റെ തെളിവുകളുണ്ടെന്നും പോലീസ്. KPCC വേദിയിലേക്ക് മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുക്കും. നാളെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ്. G. സുധാകരൻ എത്തുന്നത് ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിലേക്ക്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ UDF ഘടകകക്ഷികളുമായി ചർച്ച തുടർന്ന്. ദീപാദാസ് മുൻഷി. RSP നേതാക്കളുമായുള്ള ചർച്ച പൂർത്തിയായി. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരുന്നു. കോൺഗ്രസിലെ ഐക്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. വിഷയത്തിൽ നടപടി വേണമെന്ന് ദീപാദാസ് മുൻഷിയുമായുള്ള യോഗത്തിൽ ആവശ്യപ്പെട്ടെന്നും ഷിബു ബേബി ജോൺ. മുസ്ലിം ലീഗുമായി എന്ത് ബന്ധമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറുപടി മുസ്ലിം ലീഗിനോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന്. ഇടതുപക്ഷമെന്നാൽ ഒരു ജനക്കൂട്ടമല്ലെന്നും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോടെ പ്രവർത്തിക്കൂ എന്നും MV ഗോവിന്ദൻ. വയനാട് അമ്പലവയലിലെ ആദിവാസി യുവാവിന്റെ മരണം കൊലപാതകം. മലയച്ചൻകൊല്ലി ഉന്നതിയിലെ ബിനുവിന്റെ മരണം മർദ്ദനത്തിൽ പരുക്കേറ്റതിനെ തുടർന്നെന്ന് പോലീസ്. ബന്ധുവും അയൽവാസിയും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സംഘർഷത്തിന് കാരണം മദ്യപാനത്തെ തുടർന്നുള്ള തർക്കം. ഫോളോ അപ്പ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇനി കഴകം ജോലിക്കില്ലെന്ന്. ജാതി വിവേചനം നേരിട്ട VA ബാലു. ആക്ഷേപങ്ങൾ തള്ളി തന്ത്രി കുടുംബാംഗങ്ങൾ. VA ബാലുവിന്റെ ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി 24-നോട്. തന്ത്രിമാരുടെ മനംമാറ്റത്തിന് സർക്കാർ കാത്തുനിൽക്കില്ലെന്ന് MA ബേബി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ചു പോലീസ്. പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടെ പിതൃസഹോദരൻ ലത്തീഫിന്റെ ഫോൺ കണ്ടെത്തി. ലത്തീഫിന്റെ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ്. പേരുമലയിലെ വീട്ടിൽ പ്രതിയുമായി പരിശോധന. 24 ഫോളോ അപ്പ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയത് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൊടുങ്ങല്ലൂർ DYSP PK രാജു അന്വേഷണ സംഘത്തലവൻ. തീരുമാനം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് അനങ്ങിയില്ലെന്ന വിമർശനങ്ങൾക്കിടെ. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടിക്കാഴ്ച നാളെ. കേന്ദ്ര വായ്പാ വിനിയോഗത്തിൽ സാവകാശം തേടും. പുനരധിവാസ പാക്കേജിലും ചർച്ച. ജോർഡനിൽ വെടിയേറ്റു മരിച്ച മലയാളി തോമസ് ഗബ്രിയേലിന്റെ മൃതദേഹം സംസ്കരിച്ചു. സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരം തുമ്പ സെയിന്റ് ജോൺസ് പള്ളിയിൽ നടന്നു. തോമസ് ഗബ്രിയേൽ കൊല്ലപ്പെട്ടത് ജോർഡൻ ഇസ്രയേൽ അതിർത്തിയിൽ ജോർഡൻ സേനയുടെ വെടിയേറ്റ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി
മൗറീഷ്യസിൽ പ്രധാനമന്ത്രിക്ക് മൗറീഷ്യസിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നവീൻ രാങ്കൂല മോദിയെ മാലയിട്ട് സ്വീകരിച്ചു. അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഗുജറാത്ത് സ്വദേശി നിക്കരാഗ്വയിൽ അന്തരിച്ചു. മരിച്ചത് സബർകന്ത സ്വദേശി ദിലീപ് പട്ടേൽ. പ്രമേഹബാധിതനായിരുന്നു. മരുന്നുകൾ ലഭിക്കാതിരുന്നത് മൂലം രോഗം മൂർച്ഛിക്കുകയായിരുന്നു. മരട് വെടിക്കെട്ടിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. കേസ് തെക്കേ ചേരുവാരം വിഭാഗം നടത്തിയ വെടിക്കെട്ടിനെതിരെ അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ വെടിക്കെട്ടിൽ ഉൾപ്പെടുത്തിയെന്ന് എഫ്ഐആർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം 2 ആഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കുക. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ തൃശൂർ ജില്ലയിലെ 2 മുതിർന്ന CPIM നേതാക്കൾ പ്രതിപ്പട്ടികയിലുണ്ടെന്ന സൂചന. ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഇല്ലാതാക്കാൻ കുരിശുപണിത സംഭവത്തിൽ ക്രിമിനൽ കേസെടുത്ത് വണ്ടിപ്പെരിയാർ പോലീസ്. നടപടി നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിന് പീരുമേട് LR തഹസീൽദാരുടെ പരാതി. തിരുവനന്തപുരം കഴക്കൂട്ടം എൻഫോഴ്സിന് സമീപം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു. സംഭവം കുളത്തൂർ സ്വദേശി രാകേഷിന്റെ വീടിന് മുന്നിൽ. തീയിട്ടതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ താനൂർ പോലീസ് ഇന്ന് മുംബൈയിലെത്തും. പെൺകുട്ടികളെത്തിയ സലൂണിലെത്തി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. CPIMന്റെ പുതിയ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി S സതീഷിന്റെ പേര് സജീവ പരിഗണനയിൽ. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ സെക്രട്ടറി CN മോഹനൻ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനാലാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. SDPI ഓഫീസുകളിൽ ED റെയ്ഡ്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം എത്തിയതിന്റെ രേഖകൾ ED കണ്ടെടുത്തു. SDPI ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിശദമായി പരിശോധിക്കും. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ മേൽപ്പാലങ്ങൾക്ക് കീഴിൽ പാർക്കുകൾ തുറക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വകുപ്പിന് കീഴിലെ 50 മേൽപ്പാലങ്ങൾ ഇതിനായി തയ്യാറാണെന്നും മന്ത്രി നിയമസഭയിൽ. 6 MLA മാർ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചതായി മന്ത്രി MP രാജേഷ്. അധ്യാപകർ വഴി ലഹരിക്കെതിരെ പോരാട്ടം നടത്തും. സിനിമ, വെബ് സീരീസ് എന്നിവ കുട്ടികളിൽ അക്രമവാസന ഉണ്ടാക്കുന്നുണ്ടെന്നും മന്ത്രി MP രാജേഷ് നിയമസഭയിൽ. കേരളത്തിലെ പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ സ്കൂട്ടർ യാത്രികന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. കോഴിച്ചാൽ സ്വദേശി ജിസ് ജോസിന് പരിക്കേറ്റു. സംഭവം ഇന്നലെ രാത്രിയിൽ. വയനാട് ബേഗൂർ പായൽക്കുളത്ത് കുട്ടിക്കൊമ്പൻ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് 1 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന കുട്ടിക്കൊമ്പന്റെ ജഡം. വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലഹരിക്കടത്ത് വിസമ്മതിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച യുവാക്കൾ പിടിയിൽ. സംഭവം പാലക്കാട് കൂട്ടുപാതയിൽ ഈ മാസം 2-ാം തീയതി. മർദ്ദനമേറ്റത് വടവന്നൂർ സ്വദേശി ഓട്ടോ ഡ്രൈവർ അബ്ബാസിന്. കാസർഗോഡ് രാജവെമ്പാലയെ പിടികൂടി. വെള്ളരിക്കുണ്ട് ചീർക്കയം എസ്റ്റേറ്റിൽ നിന്നാണ് 10 അടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. എറണാകുളം മൂക്കന്നൂർ ജോഷ് മാൾ ഉടമയും പ്രവാസി വ്യവസായിയുമായ ഔസേപ്പച്ചന്റെ മാതാവ് ഏലിയാമ്മ വർഗീസ് തെക്കടത്ത് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. പരേതനായ വർഗീസ് തെക്കടത്താണ് ഭർത്താവ്. സംസ്കാരം പിന്നീട്. ആലപ്പുഴ ചേർത്തലയിലെ ഹോട്ടലിൽ DYFI നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ സംഘർഷം. മേശ തുടയ്ക്കുമ്പോൾ വെള്ളം വീണെന്ന് പറഞ്ഞുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ 24. തിരുവനന്തപുരം നഗരത്തിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് കോട്ടയ്ക്കകം പേരകം സ്വദേശികൾ. വയോധികരായ ദമ്പതികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയത് ഇന്നലെ. ഇടുക്കി കമ്പംമെട്ടിൽ 105 ഗ്രാം ഹഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് ആലപ്പുഴ വണ്ടാനം സ്വദേശി അഷ്കർ. കോഴിക്കോട് MDMAയുമായി 3 പേർ പിടിയിൽ. വീട് വാടകയ്ക്കെടുത്ത് MDMA വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. കാസർഗോഡ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മഞ്ചേശ്വരം ബംബ്രാണ സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. ഇടുക്കി ചിന്നാർ ഉദുമലപേട്ട റോഡരികിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. സംഭവം വനം വകുപ്പ് ചെക്ക് പോസ്റ്റിനടുത്ത്. എറണാകുളം ക്യൂൻസ് വാക്ക് വേയിൽ യുവതിയോട് മോശമായി പെരുമാറിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. പൊന്നാനി സ്വദേശികളായ അബ്ദുൾ ഹക്കീം, അൻസാർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ്. മലപ്പുറം വള്ളിക്കുന്നിൽ വീട്ടമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളിക്കുന്ന് കൊങ്ങമ്പസാർ സ്വദേശിനി മിനി. എറണാകുളം ചക്കരപ്പറമ്പിൽ MDMAയുമായി യുവാവ് പിടിയിൽ. മണഞ്ചേരി സ്വദേശി ഷിയാസിനെ പിടികൂടിയത് 23 ഗ്രാം MDMAയുമായി. സൂര്യാഘാതത്തെ തുടർന്ന് പാലക്കാട് 2 പശുക്കൾ ചത്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സൂര്യാഘാതമെന്ന് സ്ഥിരീകരിച്ചത്.
പ്രധാന അറിയിപ്പുകളിലേക്ക്. പത്തനംതിട്ട കടപ്ര പഞ്ചായത്തിൽ ഗതാഗത നിയന്ത്രണം നടപടി റോഡ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. കോട്ടയത്ത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 15 രാവിലെ 9 മുതൽ 12 വരെ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മാർച്ച് 15 തൊഴിൽ മേള സംഘടിപ്പിക്കും. തൊഴിൽമേള കണ്ണൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ. വയനാട് ബീനാച്ചി പനമരം റോഡിൽ അറ്റകുറ്റപ്പണി നടവയൽ പൂഞ്ചവയൽ ഭാഗങ്ങളിൽ 13 വരെ പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം. ദർബാർ ഹാൾ ക്ലബ് റോഡ് ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. നിയന്ത്രണം 15 തീയതി വരെ. പാലക്കാട് ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിൽ നാളെ ഗതാഗത നിയന്ത്രണം രാത്രി 10:30 വരെ. ന്യൂസിലേക്ക് വീണ്ടും ഇനി ദേശീയ വാർത്ത. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സസ്പെൻഷൻ നീക്കി. നടപടി കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റേത്. ഫെഡറേഷൻ തിരുത്തൽ നടപടി സ്വീകരിച്ചതിനാലാണ് തീരുമാനമെന്ന് കായിക മന്ത്രാലയം. രാജസ്ഥാനിലെ നാഗോറിൽ വോൾവോ ബസ് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ജോധ്പൂർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. ഡൽഹി ആനന്ദ് വിഹാറിൽ തീപിടുത്തം, 3 പേർ മരിച്ചു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തെലങ്കാനയിൽ ശീതളപാനീയത്തിന്റെ അടപ്പ് വിഴുങ്ങി കുഞ്ഞു മരിച്ചു. മരിച്ചത് 9 മാസം പ്രായമുള്ള രുദ്ര അയാൻ. ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂരിൽ 4 വയസ്സുകാരിയെ അയൽവാസി നരബലിക്ക് ഇരയാക്കി. കുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം രക്തം കുടുംബക്ഷേത്രത്തിന്റെ പടിയിൽ തളിച്ചു. പ്രതി അറസ്റ്റ്. തമിഴ്നാടിനെതിരായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ DMK MP-മാർ തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. തായ്ലൻഡ് മ്യാൻമർ അതിർത്തിയിൽ ജോലി തട്ടിപ്പിനിരയായ മലയാളികൾ ഉൾപ്പെടെ 283 പേരെ വിദേശകാര്യ മന്ത്രാലയം തിരികെ എത്തിച്ചു. തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ജമ്മുകശ്മീർ കത്വയിലെ ബില്ലാവാറിൽ ഭീകരർക്കായി സുരക്ഷാസേനയുടെ തിരച്ചിൽ. ഡ്രോണുകളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ. ഉത്തർപ്രദേശിലെ സംഭലിൽ BJP നേതാവിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി. ബൈക്കിലെത്തിയ 3 യുവാക്കളാണ് ഗുൽഫാം സിംഗ് യാദവ് എന്ന ഗ്രാമമുഖ്യനെ കൊലപ്പെടുത്തിയത്. BJP MLAയുടെ ഹോളി പരാമർശത്തിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി അബോധാവസ്ഥയിലാണെന്ന് തേജസ്വി യാദവ്. ലഖ്നൌവിൽ ഓടുന്ന കാറിൽ ബിസിനസ്സുകാരൻ വെടിയേറ്റ് മരിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തെലങ്കാന തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ കണ്ടെത്താൻ റോബോട്ടിക് സംഘം. കണ്ടെത്താനുള്ളത് 7 തൊഴിലാളികളെ. തമിഴ്നാട് തൂത്തുക്കുടിയിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം. 3 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. രാജ്യാന്തര വാർത്തകൾ നോക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ. അപകടാവസ്ഥ തരണം ചെയ്തെങ്കിലും മാർപ്പാപ്പ വൈദ്യപരിചരണത്തിൽ തന്നെ തുടരും. അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ തകർച്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി പ്രഖ്യാപനങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കുമെന്ന ആശങ്കയാണ് കാരണം. ബ്രിട്ടനിൽ ചരക്ക് കപ്പലും എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ചുണ്ടായ തീ നിയന്ത്രിക്കാനായില്ല. ഒരു കപ്പൽ ജീവനക്കാരനെ അപകടത്തിൽ കാണാതായി. യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന ചർച്ചകൾക്കായി പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി സൗദിയിലെത്തി. അമേരിക്കയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷ. ഇറാനിൽ റഷ്യയുടെയും ചൈനയുടെയും സംയുക്ത വ്യോമാഭ്യാസ പ്രകടനം. യൂറോപ്യൻ ശക്തികളെ അകറ്റിയ ട്രംപിനെതിരെ വിമർശനം. ബിസിനസ് വാർത്തകൾ. ഹാരിയറിന്റെ പുതിയ പതിപ്പ് അവതരിപ്പിക്കാനൊരുങ്ങി ടാറ്റ മോട്ടോഴ്സ്. പുതിയ നിറങ്ങളും അവതരിപ്പിക്കും. 2025 ഫെബ്രുവരിയിൽ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തി മഹീന്ദ്ര BE6 XEV 9e. ഒരു മാസത്തിനുള്ളിൽ വിൽപ്പനയിൽ 3196 യൂണിറ്റ് വർധന. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച വോൾവോ XC90 എക്സ് ഷോറൂം വില 1,30,00,000 രൂപ. 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അടുത്ത മാസം പുറത്തിറങ്ങാനൊരുങ്ങി IQZ 10 സീരീസ്. 1.5 കോൾ ഡിസ്പ്ലേ പ്രധാന സവിശേഷത. അടുത്തയാഴ്ച വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി റിയൽമി P35G P3 Ultra 5G. 80 വാട്ട്സ് AI ബൈപാസ് ചാർജിംഗ് പ്രധാന സവിശേഷത. ഇന്ത്യയിലേക്ക് പുതിയ 4 ആപ്പിൾ സ്റ്റോറുകൾ എത്തുന്നു. ആപ്പിൾ സ്റ്റോറുകളിലേക്ക് പുതിയ നിയമനങ്ങളും. ഡീപ്സീക്കിനെ കടത്തിവെട്ടാൻ പുതിയ ആപ്പുമായി ചൈന. ചൈനയുടെ ഭീമൻ കമ്പനിയായ അലിബാബയാണ് പുതിയ ആപ്പുമായി രംഗത്തെത്തിയത്.
ആവശ്യക്കാരുടെ കുറവ് കാരണം മസരാട്ടി MC-20 ഫോൾഗോറിനെ പിൻവലിച്ചു. തീരുമാനം സൂപ്പർ കാറിന് ആവശ്യക്കാർ ഇല്ലാത്തതിനാൽ. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി റിയൽമി P3 Ultra 5G. ഡിസൈൻ പുറത്തിറക്കി കമ്പനി. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ മൂക്കുകുത്തി റബ്ബർ വില. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ മുൻനിര റബ്ബർ ഉൽപാദന രാജ്യങ്ങളെയും വ്യാപാരം ബാധിച്ചു. കായിക വാർത്തകൾ. ഹാമിനെതിരെ 1-0 വിജയമുറപ്പിച്ച് ന്യൂകാസിൽ വെസ്റ്റ്. രണ്ടാം പകുതിയിൽ ബ്രൂണോ ഗ്യുമാരസ് വിജയ ഗോൾ നേടി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ AFC ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ എസ്തെഗ്ലാനിലെ എതിരില്ലാത്ത 3 ഗോളിനെ തോൽപ്പിച്ചു. റൊണാൾഡോ 1 ഗോൾ നേടി. ദുബായിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയുടെ ജയത്തെ പ്രശംസിച്ച് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി. ആരെ ഇറക്കിയാലും ഇന്ത്യ ജയിക്കുമായിരുന്നുവെന്ന് അഫ്രീദി. നെയ്മറിന് വീണ്ടും പരുക്ക്. വിവരം സ്ഥിരീകരിച്ച് ക്ലബ്. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. രണ്ടാം വരവിനൊരുങ്ങി M. കുമാരൻ സൺസ് ഓഫ് മഹാലക്ഷ്മി. ജയം രവി നായകനായി എത്തിയ ചിത്രം മോഹൻ രാജ സംവിധാനം. മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധ നേടി. മലയാള ഹ്രസ്വചിത്രം സുമി മത്തായി സംവിധാനം ചെയ്ത ഉള്ളറിവാണ് ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധ നേടിയത്. പ്രകൃതിയും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ഇതിവൃത്തം. റോഷൻ ആൻഡ്രൂസിന്റെ ബോളിവുഡ് ചിത്രം OTT-യിൽ എത്തുന്നത്. ഷാഹിദ് കപൂർ നായകനായ ദേവ. റിലീസിന് മുൻപ് തന്നെ തരംഗമായി എമ്പുരാൻ. ഇതുവരെ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിട്ടുള്ളത് 1 ലക്ഷത്തിലധികം പേർ. മലബാറിലെ പൗരാണിക കാഴ്ചകളുമായി ഹത്തനെ ഉദയ തിയേറ്ററുകളിലേക്ക്. ചിത്രം തിയേറ്ററുകളിലെത്തുക അടുത്ത മാസം 18. ഫാക്ട് ചെക്ക്. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്യാമ്പസിൽ മുഖം മറച്ച തോക്കുധാരികൾ ഓടുന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്ന ചിത്രം വെല്ലൂർ ക്യാമ്പസിൽ നിന്നുള്ളതല്ല. മോക്ക് ഡ്രിൽവേ നടത്തുന്ന NSG ഫോഴ്സിന്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ. ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിൽ വാഹനാപകടം. ബഗൻകോട്ടിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ കൊക്കയിലേക്ക് മറിഞ്ഞു. 8 പേർക്ക് ഗുരുതര പരിക്ക്. ഗുജറാത്തിൽ ഭൂചലനം. 3.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. അമൃത്സറിൽ വൻ മയക്കുമരുന്ന് വേട്ട. 150 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റ്. കോഴിക്കോട് അഴിയൂരിൽ കാറിന് തീപിടിച്ചു. ഡിവൈഡറിൽ ഇടിച്ച് തീ പടരുകയായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് കുഞ്ഞിപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വയനാട് മരവയലിൽ തേനീച്ച കുത്തേറ്റ് 8 പേർക്ക് പരുക്ക്. മരവയൽ സ്റ്റേഡിയത്തിന് സമീപം കാവിൽ പൂജയ്ക്കെത്തിയവരെയാണ് തേനീച്ച ആക്രമിച്ചത്. ഉത്തർപ്രദേശിൽ അരുംകൊല. പെൺസുഹൃത്തിനെ വെട്ടിക്കൊന്ന് ആൺസുഹൃത്ത്. ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാർ അറസ്റ്റിലായത് 5 പേർ. ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി വാർത്താമഴ കാണാം. S. വിജയകുമാർ ചേരുന്നു. നമസ്കാരം.